ഇതുവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന രാമനെന്ന ദൈവത്തോട് പോലും മോദി ഭക്തന്മാരായ വിവരം കെട്ട സംഘികൾ നീതി പുലർത്തുന്നില്ല എന്നത് എത്ര സങ്കടകരമാണ്. നമ്മൾ ഈ കാണുന്നത് അയോധ്യയിലെ 2 കാഴ്ചകളാണ്. ഒന്ന്, ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പുള്ള സമയത്തെ കാഴ്ച. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള കാഴ്ച. രണ്ടും സന്ധ്യാനേരത്തുള്ളതാണ്. അയോധ്യയിലെ മെയിൻ ഗേറ്റിന് മുന്നിൽ പോലും ഒരു കുഞ്ഞുങ്ങളെ കാണാനില്ല. മോദി അയോധ്യയിൽ രാമക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അവിടേക്ക് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സംഘികളുടെ കുത്തൊഴുക്കായിരുന്നു. രാമനോടുള്ള ഭക്തിമൂത്തായിരുന്നില്ല അവർ വന്നതെന്നും മോദിയോടുള്ള ഭക്തിമൂത്തായിരുന്നു എന്നും തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ കാഴ്ചകൾ. മോദിക്ക് അയോധ്യയിൽ തിരിച്ചടിയേറ്റു, വാരാണസിയിൽ തിരിച്ചടിയേറ്റു, UP-യിൽ മൊത്തത്തിൽ തിരിച്ചടിയേറ്റു, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളിൽ തിരിച്ചടിയേറ്റു. അപ്പോൾ രാമൻ ചതിച്ചു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഞങ്ങളുടെ മോദി ദൈവത്തെ ചതിച്ചോ രാമ, എങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് അയോധ്യയെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ മോദിയും മോദിയുടെ BJP-യും ഈ രാമനെയും അയോധ്യയിലെ രാമക്ഷേത്രത്തെയും ഒക്കെ ഉയർത്തിക്കാട്ടിയത് വോട്ടിന് വേണ്ടിയിട്ടുള്ള ടൂളുകളായിട്ടായിരുന്നു എന്നുള്ള കാര്യം തലയ്ക്കകത്ത് താമസമുള്ള ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അവർക്ക് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നുണ്ടായതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പോലും ശ്രീരാമനവമി പോലെ ഒരു പ്രധാനപ്പെട്ട ദിനമുണ്ടായിരുന്നിട്ടും അന്നേക്ക് തീരുമാനിക്കാതെ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടത്തി വോട്ടു തട്ടാനായി ഉപയോഗിക്കുമായിരുന്നില്ല. ശങ്കരാചാര്യന്മാർ അടക്കമുള്ളവർ അന്ന് പറഞ്ഞു ഈ സമയം ഉചിതമല്ല രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിന് എന്ന്. അപ്പോഴും മോദിയുടെ സൗകര്യത്തിനനുസരിച്ച് വോട്ടിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് അതങ്ങ് നടത്തി. എന്നിട്ട് സംഘികളെ മുഴുവൻ അവിടേക്ക് കൊണ്ടുവന്നു, ടൂർ പോലെ ആളുകളെ കൊണ്ടുവന്നു. അപ്പോൾ അവരൊന്നും വന്നത് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല എന്നിപ്പോൾ ബോധ്യപ്പെടുകയല്ലേ. അവരെല്ലാവരും മോദിക്ക് ക്രെഡിറ്റ് ഉണ്ടാക്കി കൊടുക്കാനായി വന്നവർ, മോദിയെ ദൈവമായി കണ്ടവർ. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ നല്ല വിശ്വാസികൾ എന്തുകൊണ്ടാണ് BJP-ക്ക് വോട്ട് ചെയ്യാതിരുന്നത്? അതുവരെ രാമനാണ് ദൈവമെന്ന് പറഞ്ഞു നടന്ന മോദി ഒരു ദിവസം എന്തോ ബോധോദയം ഉണ്ടായതുപോലെ ഞാനും ഒരു ദൈവാവതാരമാണ് എന്ന് പ്രഖ്യാപിച്ചു. ഏതെങ്കിലും ദൈവവിശ്വാസികൾ പിന്നെ മനസ്സുറപ്പിച്ച് ഈ മോദിക്കോ മോദിയുടെ പാർട്ടിക്കോ വോട്ട് ചെയ്യാൻ തയ്യാറാകുമോ? ഒരാൾ സ്വയം അങ്ങ് ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്ത ഫലമാണ് അയോധ്യ ഇപ്പോൾ അനുഭവിക്കുന്നത്. അയോധ്യയിലെ ജനങ്ങളടക്കം വാരാണസിയിലെ ജനങ്ങളടക്കം സ്വയം ദൈവമായി പ്രഖ്യാപിച്ച മോദിയെ, രാമനെ വഞ്ചിച്ച മോദിയെ, അങ്ങനെ തന്നെ പറയണം, വോട്ട് ചെയ്ത് തോൽപ്പിച്ചു. മോദിക്കേറ്റത് വലിയ പരാജയമാണ്. എന്നിട്ട് ഇപ്പോൾ അങ്ങനെ മോദിയെ ചതിച്ച രാമനെ വേണ്ട എന്ന് സംഘികളങ്ങ് തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, രാമനെ അന്നു മുതൽ ഇവർ വോട്ട് നേടാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റി എന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് നമുക്ക് കാണാനുണ്ടോ? അവിശ്വസനീയമായ കാഴ്ചകളല്ലേ ഇത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മുന്നിൽ സന്ധ്യാസമയത്ത് അതിൻ്റെ മെയിൻ ഗേറ്റിന് മുന്നിൽ ആളുകളില്ല എന്ന് പറയുന്നത്. സംഘികളെങ്കിലും വെറുതെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നിൽക്കണ്ടേ, ഞങ്ങൾ രാമനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനെങ്കിലും. ഇനിയുമുണ്ട്, മോദിക്കും രാമനോടുള്ള മമത നഷ്ടപ്പെട്ടിരിക്കുന്നു. BJP-യുടെ യോഗത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പാർട്ടി ഓഫീസിൽ നടന്ന യോഗത്തിൽ നരേന്ദ്രമോദി വിളിച്ചത് ജയ് ജഗന്നാഥ് എന്ന മന്ത്രമാണ്. അദ്ദേഹം ജയ് ശ്രീറാം എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ സംഘികൾ മുഴുവൻ ജഗന്നാഥൻ്റെ പുറകെയാണ്. കാരണം ഒഡീഷയിലുമൊക്കെ ജയിച്ചല്ലോ. അപ്പോൾ ഇനി ജഗന്നാഥൻ മതി എന്നുള്ളതാണ്. രാമൻ ഞങ്ങളെ തേച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി ജഗന്നാഥൻ്റെ പുറകെ നടക്കാം. ഹനുമാനെ വിട്ടു, കുറേ നാൾ ബജ്രംഗ് ബലി എന്ന് പറഞ്ഞ് വിളിച്ചു നടന്നു. ഇപ്പോൾ കർണാടകയിൽ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടി കിട്ടതോടുകൂടി പുള്ളിയെ വിട്ടു. അതിനുശേഷമായിരുന്നു രാമനെയും പിടിച്ച് നടന്നത്. ഇപ്പോൾ രാമനും തേച്ചൊട്ടിച്ചു എന്ന് മനസ്സിലായതോടുകൂടി രാമനെ വിട്ടിട്ട് ജഗന്നാഥനെ പിടിച്ചിരിക്കുകയാണ്. അടുത്തത് ഇനി ജഗന്നാഥനെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് നടന്ന് ജഗന്നാഥൻ എവിടെയെങ്കിലും തിരിച്ചടി കൊടുക്കുമ്പോൾ ആ ജഗന്നാഥനെയും വിട്ട് വേറെ ആളിൻ്റെ പുറകെ പോകും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യസന്ധമായ കുഴപ്പം എന്താണ് എന്നുള്ളത് ഇവർ അന്വേഷിക്കുന്നില്ല. നരേന്ദ്രമോദി സ്വയം ദൈവമായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ആത്മാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ BJP-ക്ക് വോട്ട് കുത്താൻ തയ്യാറാകാതിരുന്നത് എന്ന ആ ബോധം ഇവർക്കില്ലാതെ പോയി എന്നതാണ്. ഈ അയോധ്യയിൽ ഇപ്പോൾ
ആളുകൾ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായും നാം കാണേണ്ടത്, അയോധ്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP തോറ്റുപോയതിൻ്റെ കാരണമായും കാണേണ്ടത്, രാമനെ പോലും വോട്ടിനുള്ള ഒരു തന്ത്രമാക്കി മാറ്റി ദൈവത്തെ പോലും യഥാർത്ഥത്തിൽ അപഹാസ്യരാക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നതാണ്. ഇനിയും ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങളാണ് ഹിന്ദുവിൻ്റെ സംരക്ഷകർ, ദൈവങ്ങളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞ് ഇവർക്ക് എവിടെയെങ്കിലും ഇറങ്ങി വോട്ട് പിടിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഇവർക്ക് വേണ്ടി ഇനി വോട്ട് ചെയ്യാൻ സാധിക്കുമോ? മോദിക്ക് പ്രധാനമന്ത്രി കസേരയിൽ അധിക നാൾ ഇരിക്കാനാകില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. RSS തലവൻ തന്നെ നേരിട്ട് പരസ്യമായി തങ്ങളുടെ നിലപാടും വിയോജിപ്പും പ്രകടിപ്പിച്ചതോടെ മോദിയുടെ ഭാവി തുലാസിൽ തന്നെ എന്നുള്ള കാര്യത്തിന് സ്ഥിരീകരണമായി. RSSന്റെ എതിർപ്പ് BJPയോടല്ല, BJPക്കുള്ളിലെ മോദി ഗ്യാങ്ങിനോടാണ് എന്ന കാര്യം നാഗ്പൂരിൽ നടന്ന RSS സമ്മേളനത്തിൽ RSS തലവൻ മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാനാകും. RSS ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രചരണം നടത്തി വിജയിക്കാനാകുമെന്ന മോദിയുടെയും സംഘത്തിൻ്റെയും അഹന്തയ്ക്കേറ്റ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് RSS നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. RSSന്റെ പിന്തുണയില്ലാതെ ഉത്തരേന്ത്യയിൽ BJPക്ക് അവരുടെ അജണ്ടകളുമായി മുന്നോട്ട് പോകാനാകില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തമായി എന്നത് രാഷ്ട്രീയ നിരീക്ഷകരും കണക്ക് കൂട്ടുമ്പോൾ നാഗ്പൂരിൽ നടന്ന കാര്യകർത്താ വർഗിൽ RSS തലവൻ മോഹൻ ഭാഗവത് മുനയുള്ള വാക്കുകളിലൂടെ നരേന്ദ്രമോദിയെയും സംഘത്തെയും, BJPയെ അല്ല നരേന്ദ്രമോദിയെയും സംഘത്തെയും അതിരൂക്ഷമായി തന്നെയാണ് വിമർശിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നരേന്ദ്രമോദി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെ പേരെടുത്ത് പറയാതെ അദ്ദേഹം വിമർശിച്ചു. വെറുപ്പും വിദ്വേഷവും പടർത്താനുള്ളതല്ല തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളെന്ന് മോഹൻ ഭാഗവത് എടുത്തു പറഞ്ഞു. വിദ്വേഷത്തിൻ്റെ കണികകൾ ഇട്ടുകൊടുത്തിട്ട് RSSനെ കൂടി അതിനകത്തേക്ക് വലിച്ചിഴയ്ക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചു എന്നത് ദുഃഖകരമായ ഒന്നാണ് എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞു വച്ചത്. അതുമാത്രമല്ല, മണിപ്പൂരിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മോദിയുടെ കരണത്തുള്ള അടിയാണ്. 1 വർഷമായി മണിപ്പൂർ വേദനിക്കുകയാണ്. ആ മണിപ്പൂരിനെ ഇനിയും കണ്ടില്ല എന്ന് നടിക്കാൻ എങ്ങനെ ഭരണകൂടത്തിന് സാധിക്കുമെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. RSSന്റെ തലവന് തന്നെ BJPയുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ച്, BJPയുടെ വർഗീയ അജണ്ടകളെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. अब 1 साल से मणिपुर शांति की राह देख रहा है. उसके पहले 10 साल शांत रहा. पुराना गन कल्चर समाप्त हो गया ऐसा लगा, और अचानक जो कलह वहां पर उपज गया या उपजाया गया, उसकी आग में अभी तक जल रहा है, त्राही त्राही कर रहा है. कौन उस पर ध्यान देगा? प्राथमिकता देके उसका विचार करना ये कर्तव्य है.